ഹായ് ഫ്രണ്ട്സ്, തായ്ലൻഡ് ഡേ 5 വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ലാസ്റ്റ് ഡേ ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത് ബാങ്കോക്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു കഫേയും കൂടെ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്ലേസ് ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഗ്രാൻഡ് പാലസ് ആണ്. അപ്പം ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക്, കിങ് ആൻഡ് ക്യൂൻസ് ഒക്കെ നിന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. ഓൾസോ കുറേ ഒഫീഷ്യൽസ് നിന്നിട്ടുണ്ട് ഈ ഒരു സ്ഥലത്ത്. അപ്പോൾ ഇവിടെ നമ്മൾ വിസിറ്റ് ചെയ്യുമ്പം എപ്പോഴും മോഡസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടാനാണ് ഇവർ പറയുന്നത്. ഇന്ന് ഞങ്ങൾ വിസിറ്റ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും മോഡസ്റ്റ് ഡ്രസ്സാണ് അവർ പറയുന്നത് ഇടാൻ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബുദ്ധയുടെ ടെമ്പിൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഓൾസോ നമ്മൾ ഹാറ്റ് വെയർ ചെയ്യുന്നത് നല്ലതായിരിക്കും, കാരണം വെയിലുണ്ടാകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ടിക്കറ്റ് പ്രൈസ് വരുന്നത് 500 തായ് ബാട്ട് കേട്ടോ. നല്ലൊരു പ്ലേസ് ആണ്, കുറേ നമുക്ക് എക്സ്പ്ലോർ ചെയ്ത് കാണാനുണ്ട്. ഓൾസോ ഇവിടുത്തെ പെയിൻറ്റിങ്സ് ആണെങ്കിലും ആർക്കിടെക്ചർ ആണെങ്കിലും നല്ല അടിപൊളിയാണ്. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ ഈ ഒരു സ്ഥലം മിസ്സാക്കരുത്. അപ്പോൾ ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ഒരു കാര്യം മനസ്സിലായത്. ബുദ്ധിസമാണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാരും ഫോളോ ചെയ്യുന്നെങ്കിലും ഹിന്ദുയിസത്തിൻ്റെ കുറച്ച് അംശം ഇവിടെയും ഉണ്ട്. നമ്മുടെ ഹിന്ദു രാമായണത്തിലൊക്കെ കാണുന്ന ഓരോ കഥകളും ഇവിടെ ഡെപിക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇമേജസിൽ. ഓൾസോ ഹനുമാനെയും കാണാം. ഇവിടുത്തെ ഹനുമാന് ലവറും ഉണ്ട് കേട്ടോ. ഈ ബിൽഡിങ്സ് ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഏറ്റവും ടോപ്പ് വരെ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ ഓരോന്ന് ഉണ്ടാക്കിയിരിക്കുന്നതോ. അതുപോലെ തന്നെ ഈ രൂപങ്ങളാണെങ്കിൽ തന്നെയും നല്ല ഗോൾഡൻ കളറിൽ നല്ല ജെംസ് ഒക്കെ പിടിപ്പിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത്രയും നല്ല ബ്യൂട്ടിഫുൾ ആണ്. ഓൾസോ സൺലൈറ്റ് തട്ടുമ്പം ഇതൊക്കെ നല്ലപോലെ സ്പാർക്കിൾ ചെയ്തിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ കാണാൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഗ്രാൻഡ് പാലസിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു ബുദ്ധ ടെമ്പിളാണ്. അപ്പോൾ ടെമ്പിൾ ഓഫ് ദി എമറാൾഡ് ബുദ്ധ എന്നാട്ടോ ഇത് അറിയപ്പെടുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ബുദ്ധേനെ ഉണ്ടാക്കിയിരിക്കുന്നത് ഗ്രീൻ ജെയ്ഡ് വെച്ചിട്ടാണ്. കംപ്ലീറ്റ്ലി ഒരൊറ്റ സ്റ്റോൺ കാർവ് ചെയ്തിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വിസിറ്റ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാമെന്ന് അവർ സമ്മതിക്കില്ല. ഓൾസോ ഇവർ സീസൺ വൈസ് ബുദ്ധൻ്റെ കോസ്റ്റ്യൂംസ് ഒക്കെ മാറ്റുന്നുണ്ട്. അതായത് റെയിനി സീസണും വിൻ്റർ സീസണും അതുപോലെ തന്നെ സമ്മർ സീസണും ബുദ്ധയുടെ കോസ്റ്റ്യൂമൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് കത്തിക്കാൻ തന്നാണ്. ഇത് ഫ്രീ ആട്ടോ, പൈസ ഒന്നും കൊടുക്കണ്ട. എല്ലാവരും കത്തിക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഞങ്ങളും ട്രൈ ചെയ്ത് നോക്കിയേ ഉള്ളൂ. ഉള്ളിൽ നിന്ന് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ പുറത്തുനിന്ന് നല്ല സൂം ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ഒരു ചെറിയ ബുദ്ധയുടെ സ്റ്റാച്ചു ആണ് എമറാൾഡ് ബുദ്ധ. ഇതിപ്പോൾ സീസൺ അനുസരിച്ച് ഫുൾ കവേർഡായിട്ടാണ് ബുദ്ധ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഗ്രാൻഡ് പാലസ് ഏകദേശം കണ്ടു തീർക്കാനായി. ഇവിടെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻസും ചെറിയ ചെറിയ ഐസ്ക്രീം പോലത്തെ സംഭവങ്ങളൊക്കെ വിൽക്കുന്നുണ്ട്. ഓൾസോ തായ് ട്രഡീഷണൽ ഡ്രസ്സ് നമുക്ക് വാങ്ങാൻ വേണ്ടി ഒരു ചെറിയ മ്യൂസിയം പോലത്തെ സംഭവമുണ്ട്. അത് നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ വാങ്ങും, ഞങ്ങളത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അപ്പം നെക്സ്റ്റ് ഇതിന് ശേഷം ഞങ്ങൾ കാണാൻ പോകുന്നത് ദ ടെമ്പിൾ ഓഫ് റിക്ലൈനിങ് ബുദ്ധയാണ്. അത് കുറച്ചും കൂടി ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ഇവിടുന്ന് നമുക്ക് പോകാനായിട്ട്. അപ്പം അതും ഒരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഇവിടെ നമ്മൾ കയറുമ്പം മോഡസ്റ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക.
ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ബുദ്ധിസ്റ്റ് ടെമ്പിൾസിലും ഞാൻ താമര കണ്ടിട്ടുണ്ട്. ഓൾസോ ഇവർ ഓഫറിംഗ് ആയിട്ടും താമര കൊടുക്കുന്നുണ്ട്. താമര മുട്ടാണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ എന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് തോന്നി. നിങ്ങൾക്ക് അതിൻ്റെ കണക്ഷൻസ് അറിയുവാണെങ്കിൽ മസ്റ്റായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ഒരു ടെമ്പിളിൻ്റെ ഉള്ളിൽ തന്നെയാണ് ബുദ്ധിസം ക്ലാസ്സസ് ഉള്ളത്. കുഞ്ഞു പിള്ളേർക്ക് ബുദ്ധിസ്റ്റ് ക്ലാസ്സസ് ഇവിടെ എടുത്തു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇവർ ഓഫറിംഗ് ആയിട്ട് താമരമുട്ടും അതുപോലെ തന്നെ ഗോൾഡൻ ലീവ്സുമാണ് കൊടുക്കുന്നത്. ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ഞാൻ എൻ്റെ കൂടെ വന്ന ഗൈഡിൻ്റെ അടുത്ത് ഒരു ചെറിയ ചോദ്യം ചോദിച്ചിരുന്നു, എന്താണ് നിങ്ങൾ ബുദ്ധയോട് പ്രാർത്ഥിക്കുന്നതെന്ന്. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വലിയ വലിയ ആഗ്രഹങ്ങളോ സമ്പത്തോ അതൊന്നും അല്ല അവർ ചോദിക്കുന്നത്. ലൈഫിലുള്ള പ്രശ്നങ്ങളും ദുഃഖങ്ങളും എങ്ങനെ നേരിടണം, അത് നേരിടാനുള്ള ശക്തി, ഇതൊക്കെയാണ് അവർ പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞത്. ബിൽഡിങ് വലുതാണെങ്കിലും അതിനേക്കാട്ടും വലുതാണ് ഇതിൻ്റെ ഉള്ളിലെ ബുദ്ധ സ്റ്റാച്യു. അപ്പോൾ നമുക്ക് നടന്ന് നീങ്ങാൻ അത്ര സ്ഥലമൊന്നുമില്ല, കാരണം ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഹോൾ സ്പേസും ആ ബുദ്ധ സ്റ്റാച്യുവാണ് എടുത്തിരിക്കുന്നത്. ഓൾസോ ഒരു നല്ല ഡിവൈൻ എനർജി ഉണ്ട് ആ ഒരു ബുദ്ധ സ്റ്റാച്യുവിന്. ഇവിടെ നോക്കിയാലും നമുക്ക് റൂഫ് ടോപ്പ് വരെ നല്ലോണം പെയിൻറ്റിങ്സ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ ഒരു ടെമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ദാനധർമ്മത്തിനായിട്ട് പൈസ ഡൊണേറ്റ് ചെയ്യാം. അങ്ങനെ കുറച്ച് പേര് ഡൊണേറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടു. അപ്പോൾ കോയിൻസ് ആണ് അധികം പേരും ഇല്ലത്തിട്ടതായിട്ട് ഞാൻ കണ്ടത്. ഈ കാണുന്നതൊക്കെ ഒറിജിനൽ ഗോൾഡ് ആണോ അതോ ജസ്റ്റ് ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ റിക്ലൈനിങ് ബുദ്ധയുടെ പുറത്ത് തന്നെ ചെറിയൊരു സ്ട്രീറ്റ് പോലത്തെ സംഭവമുണ്ട്. ഇവിടെ നമുക്ക് സുവനേഴ്സും വാങ്ങാം, അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇൻ കേസ് നിങ്ങൾ ഹംഗ്രി ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. മാംഗോ സ്റ്റിക്കി റൈസ് അതുപോലെ തന്നെ ചെറിയ താഴെ ഡിഷസ് ഒക്കെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു കഫേസ് അവൈലബിൾ ആണ്. ഓൾസോ കുറേ സുവനീർ ഷോപ്സ് ഉണ്ട്. അപ്പോൾ സുവനീർ ഷോപ്സ് ഇവിടെ നിന്ന് വാങ്ങണമെന്ന് ഞാൻ സജസ്റ്റ് ചെയ്യില്ല, ബിക്കോസ് എനിക്ക് കുറച്ച് നല്ല കോസ്റ്റ്ലി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു ചെറിയ പാവ തന്നെ ഏകദേശം 300 തായ് ബട്ടൊക്കെ റേറ്റ് വരുന്നുണ്ട്. ഇന്ന് ഞാൻ വിസിറ്റ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ബുദ്ധിസ്റ്റ് ടെമ്പിൾ ഈ ഒരു ടെമ്പിളാണ്. ഇതിൻ്റെ പേര് വരുന്നത് വാട്ട് അരു എന്നാണ്. ശരിക്കും ഒരു വലിയ പേരാണ്, അതിന് ഷോർട്ടാക്കിയിട്ട് വാട്ട് അരു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ 17th സെഞ്ച്വറി മുതലേ ഉള്ള ഒരു ടെമ്പിൾ കൂടിയാണിത്. കംബോഡിയയിലെ ഒരു ഫേമസ് ടെമ്പിളിൻ്റെ ആർക്കിടെക്ചറും കൂടെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹിന്ദു ഗോഡായ അരുണേനെ പ്രതിനിധീകരിച്ചിട്ടാണ് ഈ ഒരു ടെമ്പിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് തായ് ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. അതിന് അഡീഷണൽ കോസ്റ്റ് ഉണ്ട്. ഓൾസോ ഇവർ മേക്കപ്പും ഇട്ട് തരും, അതിനും എക്സ്ട്രാ അഡീഷണൽ കോസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തായ് ട്രഡീഷണൽ ഡ്രസ്സ് മാത്രം ഇട്ടിട്ടാണെങ്കിൽ അങ്ങനെയും നമുക്ക് ഇടാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് നല്ല ഫോട്ടോ എടുക്കാനും റീൽ എടുക്കാനും പറ്റിയ ഒരു അടിപൊളി സ്ഥലം കൂടിയാണ്. നല്ല വെയിലും ഉണ്ട്, അതുകൊണ്ട് ഹാറ്റ് ഇടാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നു. നല്ല കുത്തനെയുള്ള വീതി കുറഞ്ഞ സ്റ്റെപ്സാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഈ ഒരു ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് ഇത് കയറുന്നെങ്കിൽ ഒന്ന് കോഷ്യസ് ആയിട്ടിരിക്കുക.
തായ്ലൻഡിലും മലേഷ്യയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് മാംഗോ സ്റ്റിക്കി റൈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ട്രൈ ചെയ്തു. അഹാന പറയുന്ന പോലെ അത്ര രസമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളത് കഴിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ബാങ്കോക്കിലെ ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഒരു കഫേ ആയിരുന്നു. ചോക്ലേറ്റ് കഫേ എന്നാട്ടോ ഈ ഒരു കഫേയുടെ പേര് വരുന്നത്. ഞങ്ങൾ ഒരുപാട് റിസർച്ച് ചെയ്തിട്ടാണ് ഈ ഒരു കഫേ കണ്ടെത്തിയത്. അധികം മലയാളീസിനും ഇന്ത്യൻസിനൊന്നും ഞങ്ങൾ കണ്ടില്ല, എന്നാലും 1-2 പേരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. മസ്റ്റായിട്ടും നിങ്ങൾ ഈ ഒരു കഫേ വിസിറ്റ് ചെയ്യണം, ഒരിക്കലും മിസ് ചെയ്യരുത്. ഒരുപാട് ഹാപ്പനിങ് ഒക്കെ ഉള്ള ഒരു അടിപൊളി കഫേയാണ്. ഇതിന് എൻട്രി ഫീ വരുന്നത് 150 തായ് ബട്ടാട്ടോ. അപ്പോൾ ഈ ഒരു 150 തായ് ബട്ടിൽ നമുക്ക് 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ ഒരു ഐസ്ക്രീം അല്ലെങ്കിൽ പോപ്കോൺ നമുക്ക് വാങ്ങാം, അല്ലെങ്കിൽ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ക്യൂട്ട് ഡോൾസിൽ ഏതെങ്കിലും ഒരെണ്ണം 150 തായ് ബട്ടിൽ ഒതുങ്ങുന്ന ഏതെങ്കിലും ഒരു ടോയ് നമുക്ക് വാങ്ങാൻ പറ്റും. ഈ ഒരു കഫേൻ്റെ ഉള്ളിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഡാൻസ് ഉണ്ട്, ഗെയിംസ് ഉണ്ട്, അതുപോലെ തന്നെ തായ് ക്വിസീൻസ് ഉണ്ട്. അതൊന്നും ഞങ്ങൾ ട്രൈ ചെയ്തില്ല, അല്ലാതെ ചുമ്മാ കറങ്ങി നടക്കാനും പറ്റിയൊരു അടിപൊളി സ്പോട്ടോടെയാണിത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയോട് കൂടി തായ്ലൻഡിലെ വിശേഷങ്ങളെല്ലാം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.